വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ. ഇവിടെയും നമ്മൾ എക്സാക്ട്ലി ദ സെയിം പ്രസന്റേഷൻ ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. പക്ഷേ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഡിഫറൻസ് ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ അതിന്റെ കോണ്ടന്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾക്കൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ കവർ ചെയ്യേണ്ടത്. എന്തുകൊണ്ട് സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യണം എന്നതൊരു പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷേ സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതിൽ നിന്ന് കിട്ടുന്നത് എന്തൊക്കെ രീതിയിൽ ഒരു പക്ഷേ നമുക്ക് വ്യത്യാസപ്പെടുത്താം എന്ന് നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനും ഉണ്ട്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ടൂളുകൾ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ ഫീച്ചേഴ്സും നമ്മൾ കവർ ചെയ്തു. ഇതിനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് ഗാമ എന്നുള്ള ടൂൾ ഉപയോഗിച്ച് AI ഉപയോഗിച്ച് ബിൽഡ് ചെയ്ത ഒരു സ്ലൈഡ് ഡെക്ക് ആണെന്ന് ഞാൻ പറഞ്ഞു. ഗാമ ഉപയോഗിച്ച് തന്നെയാണ് ഡയറക്ട്ലി ഇത് പ്രസന്റ് ചെയ്യുന്നതും. ഗാമ ഇന്റർഫേസിൽ തന്നെ, അതായത് വെബിൽ തന്നെയാണ്, ഓൺലൈനായിട്ട് തന്നെയാണ് ഗാമ ഉപയോഗിച്ചിട്ടാണ് ഈ സ്ലൈഡ് ഡെക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓൺലൈനായിട്ട് തന്നെ ഡയറക്ട്ലി അവിടെ നിന്നാണ് ഇത് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഡൗൺലോഡ് ചെയ്ത് PPT ഒന്നും മാറ്റിയിട്ടില്ല. പക്ഷേ ഈ സ്ലൈഡിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. വീൽ ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. നമ്മളുടെ ഒരു ടൈറ്റിൽ സ്ലൈഡിൽ ദ ഇമേജ് ഇസ് ഗുഡ്, അതൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ്. അവിടെ ഒരു പ്രസന്റേഷൻ പോലെയുള്ള ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. പക്ഷേ ടൈറ്റിൽ സ്ലൈഡ് എപ്പോഴും വളരെ ലിമിറ്റഡ് ആയിരിക്കണം. എംപവറിംഗ് എഡ്യൂക്കേഷൻ, മാസ്റ്ററിംഗ് സ്ലൈഡ്സ് ഫോർ എഫക്റ്റീവ് ടീച്ചിങ്. ശരിക്കും പറഞ്ഞാൽ ആ ടൈറ്റിലിനെ വേണമെങ്കിൽ ഒന്ന് ട്രിം ചെയ്ത് കഴിഞ്ഞാൽ മാസ്റ്ററിംഗ് സ്ലൈഡ്സ് ഫോർ എഫക്റ്റീവ് ടീച്ചിങ് എന്നുള്ള പോർഷൻ മാത്രം മതി. ദെൻ താഴെയുള്ള എൻ്റെ പാരഗ്രാഫ് ഇസ് നോട്ട് നീഡഡ്. കാരണം അത് ഞാൻ പറയുമ്പോൾ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്, അല്ലാതെ അവിടെ എഴുതി വെക്കേണ്ട കാര്യങ്ങളല്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലാസ്സിൽ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും സ്ലൈഡിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവസാനം അത് നോക്കി വായിക്കുക മാത്രമായിരിക്കും ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ ഭാഷയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുട്ടികൾ ആ ബോർഡിലുള്ള അല്ലെ സ്ലൈഡിലുള്ള കാര്യങ്ങൾ വായിക്കാനായിരിക്കും ശ്രദ്ധിക്കുക. അപ്പോൾ ആക്ച്വലി അവിടെ ഒരു 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 എന്താ പറയുക, ഒരു എഫക്റ്റീവ്നെസ് അവിടെ നഷ്ടപ്പെടും. സോ ദിസ് ഇസ് വാട്ട് വി നീഡ് ടു ഡു വിത്ത് ദ ടൈറ്റിൽ സ്ലൈഡ്. കളറിന്റെ ഒക്കെ കാര്യത്തിൽ ഗാമ സ്ലൈഡ്സ് ഇസ് ഗുഡ്. അപ്പോൾ ഒരു കോൺട്രാസ്റ്റിംഗ് കളേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡാർക്ക് ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വൈറ്റ് ഫോണ്ട് ആൻഡ് ഫോണ്ട് സെലക്ഷൻ ഇസ് ഓൾസോ നമുക്ക് ഇംപ്രൂവ് ചെയ്യാമെങ്കിലും ഇറ്റ്സ് ലുക്സ് ഗുഡ്. ഇതിലെ ടൈറ്റിലൊക്കെ എല്ലാ ടൈറ്റിലും ഒരേ രീതിയിലുള്ള ഫോണ്ട് സൈസും ഒരേ ഫോണ്ടും ഒക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ നമുക്ക് പ്രശ്നങ്ങളില്ല. പക്ഷെ ഈ കാര്യങ്ങൾ ഇത് മിനിമൽ ആക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് സ്ലൈഡിലുള്ള കാര്യം. 4 ഫീച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ 4 ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള മറ്റൊരു റൂളാണ്, നമുക്കൊരു ബുള്ളറ്റ് പോയിന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 3 ഫീച്ചേഴ്സ് നമുക്ക് പറയാനുണ്ടെങ്കിൽ ഇത് 4 ഒരുമിച്ച് നമ്മുടെ സ്ലൈഡിൽ വരാൻ പാടില്ല. അതായത് നമ്മൾ ആനിമേഷൻ കൊടുത്തിട്ട് 1 by 1 ആയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഒന്നാമത്തെ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മുടെ ലേണേഴ്സ്, ഓഡിയൻസ് 4 പോയിന്റ് വായിച്ചു നോക്കാൻ വേണ്ടിയായിരിക്കും എടുക്കുക. നമ്മൾ രണ്ടാമത്തെ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങുമ്പോൾ അവർ ഓൾറെഡി ഇത് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഒന്ന് റഷ് ചെയ്ത് എത്രയും പെട്ടെന്ന് തീർക്കാൻ നോക്കും. അവരുടെ ഇൻട്രസ്റ്റ് പോകും, അവർ പല കാര്യങ്ങളിൽ ഡിസ്ട്രാക്റ്റഡ് ആവും. സോ 1 by 1 ആയിട്ട് വരുവാണെങ്കിൽ ദർ ഇസ് ഓൾവേസ് എ സർപ്രൈസ് എലമെന്റ്. നമുക്ക് കുറച്ചുകൂടെ ചിലപ്പോൾ ഒരു ബിൽഡപ്പ് കൊടുത്തിട്ട് അടുത്ത പോയിന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. മേ ബി യു ക്യാൻ ആസ്ക് എ ക്വസ്റ്റ്യൻ, തിങ്സ് ലൈക്ക് ദാറ്റ്. സോ ഇത് സ്പ്ലിറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ ഇൻഡിവിജ്വൽ സ്ലൈഡ് ആയിട്ട് മാറ്റുക, അല്ലെങ്കിൽ ആനിമേഷൻ കൊടുത്ത് 1 by 1 ആയിട്ട് ഇത് കൊണ്ടുവരിക. ദാറ്റ് ഇസ് ലാക്കിംഗ്. വാട്ട് ഇസ് ലാക്കിംഗ് ഹിയർ? മൂന്നാമത്തേത്, ഇത്രയും ഡീറ്റെയിൽസ് ഇവിടെ എഴുതാൻ പാടില്ല. ഇവിടെ നമുക്ക് ഇമേജിന്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു, ബുള്ളറ്റ് പോയിന്റ്സ് ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറയുകയാണെങ്കിൽ ആ ചെറിയ ഡിസ്ക്രിപ്ഷൻ പോലും അവിടെ ആവശ്യമില്ല. പക്ഷെ സ്റ്റിൽ ഇറ്റ് ലുക്സ്, ആ ഇമേജും അതിന്റെ ടെക്സ്റ്റിന്റെ അളവും ഒക്കെ കൊണ്ട് ഇറ്റ് സ്റ്റിൽ ലുക്സ് ഡീസെന്റ്. പക്ഷെ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇതൊരു സാധാരണ ഒരു ന്യൂസ് പേപ്പർ ഒക്കെ കാണുന്ന പോലെ ടെക്സ്റ്റ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാധനമാണ്. വി കുഡ് ഹാവ് ആഡഡ് ഒരു ഇമേജ് വേണമെങ്കിൽ ഓരോ എലമെന്റിലും ആഡ് ചെയ്യാമായിരുന്നു. വിഷ്വൽ എൻഗേജ്മെന്റ്, സ്ട്രക്ചർ ഡെലിവറി, ഇതിനൊക്കെ മുകളിൽ അതിനെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ഇമേജ് ആഡ് ചെയ്യാമായിരുന്നു. ദെൻ വിഷ്വൽ എൻഗേജ്മെന്റ് എന്ന് മാത്രം എഴുതിയാൽ മതി. അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഒരു ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് മേ ബി ആഡ് ചെയ്താൽ മതി. ഇവിടെ ഇത് ആക്ച്വലി ലോട്ട് ഓഫ് ടെക്സ്റ്റ് ഓവർലോഡ് ആണ് ഇവിടുത്തെ പ്രശ്നം. ഫോർത്ത് വൺ, ഇവിടെ വീണ്ടും ഈ സ്ട്രക്ചറിൽ വരുന്ന സമയത്ത് 3 പോയിന്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഗാമയിൽ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം, ഓരോ സ്ലൈഡിനും ഓരോ ഡിസൈൻ ആണ്. നമുക്കിവിടെ 3 പോയിന്റ്സ് പറഞ്ഞ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു, അതിന്റെ വേറൊരു വേരിയേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരേ കാര്യങ്ങൾ, ഒരേപോലെ രീതിയിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഒരേ ഒരു ലേ ഔട്ട് കൊണ്ടുവരുന്നത് എപ്പോഴും ആക്ച്വലി ലേണിംഗ് എളുപ്പമാക്കും. ഇവിടെ പുതിയ ഐക്കൺസ് ആഡ് ചെയ്തിട്ടുണ്ട്, ഇമേജിന് പകരം ഐക്കൺസ് കൊണ്ടുവന്നു. ഓക്കെ, അതാ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പൊ പുതിയ ഐഡിയ അല്ലെങ്കിൽ റിവിഷൻ, ഇന്ററാക്ഷൻ, ഈ പറഞ്ഞ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഐക്കൺസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ ഐക്കൺ കൊടുത്തിരിക്കുന്ന കളറ്, ഐക്കണിന്റെ സൈസ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഇവിടെയും നമുക്ക് ടെക്സ്റ്റ് എടുത്ത് മാറ്റാൻ സാധിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ, ഇവിടെയും വീണ്ടും അഡ്വാൻസ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് ഒരു 5 അല്ലെങ്കിൽ ഒരു 4 ബുള്ളറ്റ് പോയിന്റിൽ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയേനെ.
ഇത് ഓരോ പോയിന്റും വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പോകുന്നത്. ആൻഡ് അഗെയിൻ അത് ചെയ്തിരിക്കുന്ന രീതി കാണുമ്പോൾ നമുക്ക് ഇറ്റ് ലുക്സ് ഗുഡ്, വളരെ നീറ്റായിട്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിലും അഗെയിൻ ടെക്സ്റ്റിന്റെ കൂടുതലും പോയിന്റ്സിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതും ഒക്കെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നമുക്ക് കാണാം. ദെൻ ദിസ് അഗെയിൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലേഔട്ട് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ AI ഓൾറെഡി സജസ്റ്റ് ചെയ്തിട്ടുള്ള ഇമേജുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഇമേജുകളൊക്കെ തന്നെ നമ്മളുടെ ഒരു പരിചയമുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള സാധനങ്ങളല്ല. അപ്പോൾ മേ ബി നമുക്ക് കുറച്ചും കൂടി കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. ക്യാൻവയുടെ സ്ലൈഡിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം നെഗറ്റീവ് പറയുകയാണെന്ന് വരരുതല്ലോ. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആക്ച്വലി അപ്രീഷിയേറ്റ് ചെയ്യുക തന്നെ വേണം. നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ലൈഡ് ബിൽഡ് ചെയ്യില്ല. ഈ ഒരു പിരമിഡ് സ്ട്രക്ചറിൽ നമ്മളിത് ബിൽഡ് ചെയ്യില്ല. അപ്പോൾ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവിടെ ബുള്ളറ്റ് പോയിന്റ്സ് വന്നിട്ടുള്ള വേറൊരു രീതിയിൽ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഗാമ പോലെയുള്ള AI ടൂളുകൾ നമുക്ക് തരുന്ന ഒരു കാര്യം ഈ പുതിയ പേഴ്സ്പെക്റ്റീവുകളാണ്. പക്ഷെ ആ പെർസ്പെക്റ്റീവ് നമ്മൾ ഉപയോഗിക്കണോ വേണ്ടയോ, അത് സിറ്റുവേഷന് കോണ്ടെക്സ്റ്റിന് മാച്ചിങ് ആണോ എന്ന് ആലോചിക്കണം. അതായത് ഇപ്പൊ നമ്മളൊരു പിരമിഡ് സ്ട്രക്ചർ എപ്പോഴും പറയുമ്പോഴത്തേക്കിന് മുകളിലേക്ക് വരുന്ന ഒരു ടോപ്പ് ഡൗൺ അല്ലെങ്കിൽ ഒരു അപ്രോച്ചിൽ ആ ഒരു ഹയറാർക്കി ആക്ച്വലി ഇവിടെ ഉണ്ടോ? അങ്ങനെ ആണെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതിയല്ലോ. അതായത് ഡിസൈൻ ആണോ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണോ ഏറ്റവും മുകളിൽ വന്നിട്ടുള്ളത്? കണ്ടിന്യൂസ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നതാണോ ഏറ്റവും താഴെ വരേണ്ടത്? അപ്പോൾ അവിടെ പിരമിഡ് സ്ട്രക്ചർ വേറൊരു സിറ്റുവേഷനിൽ ഒരു പക്ഷേ നമ്മൾ പിരമിഡ് സ്ട്രക്ചർ അങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ഒരു ഹയറാർക്കിയെ സൂചിപ്പിക്കുന്ന സാധനമായതുകൊണ്ട് ഇവിടെ അതൊരു മിസ് ഇന്റർപ്രിട്ടേഷൻ അല്ലേ ശരിക്കും ഉണ്ടാവുക? ഈ കാര്യങ്ങളിലൂടെ നമ്മൾ ചിന്തിക്കണം. പക്ഷെ സ്റ്റിൽ ഡിസൈൻ പെർസ്പെക്റ്റീവിൽ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധനം ചെയ്തു തരാൻ പറ്റുന്നു എന്നുള്ള കാര്യം അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ നമുക്കൊരു ഹ്യൂമൻ ഓവർസൈറ്റ് അവിടെ കൊണ്ടുവരണം എന്ന് മാത്രം ഞാൻ അവിടെ സൂചിപ്പിക്കുന്നു. ആൻഡ് ഫൈനലി ഇറ്റ് ഹാസ് ക്രിയേറ്റഡ് എ ടേബിൾ. ഈ ടേബിളിൽ തന്നെ ഞാൻ പറഞ്ഞപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല കാര്യങ്ങളും ഞാൻ എഡിറ്റ് ചെയ്ത് പറഞ്ഞു, അതായത് കറക്റ്റ് ചെയ്ത് പറഞ്ഞു. ഇവിടെ ഉള്ള കാര്യങ്ങളിൽ ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് കിട്ടുന്ന ഡാറ്റയിലും മിസ്റ്റേക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് ഓർക്കണം.